ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ SQLലെ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന പ്രീ കമ്പൈൽഡ് ഗ്രൂപ്പ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പ്രീ കമ്പൈൽഡ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് അത് തന്നെയാണ് പ്രൊസീജിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ SQLനകത്ത് പ്രീ കമ്പൈൽഡ് ആയിരിക്കും അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന SQL സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ. പ്രീ കമ്പൈൽഡ് ആയിട്ടുള്ള SQL സ്റ്റേറ്റ്മെന്റ്സ് DBക്കകത്തായിരിക്കും ഈ സ്റ്റോർഡ് പ്രൊസീജിയർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേര് ഇട്ടിട്ട് ഒരു യൂണിറ്റ് ഓഫ് വർക്ക് അങ്ങ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഈ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഇൻവോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വേറെ ആപ്ലിക്കേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിൽ നിന്നോ ഒക്കെ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റിയൂസബിലിറ്റി എൻഹാൻസ് ചെയ്യാനും അതുപോലെ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുക, ലോജിക്ക് എൻകാപ്സുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട്. ദെൻ എന്താണോ പ്രൊസീജിയർ നെയിം, ഫങ്ഷൻ നെയിം എന്താണോ അത് പറയാ. ഇൻ കേസ് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാം. നമുക്ക് ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഓക്കെ, പ്രൊസീജിയറിലേക്ക് പാസ് ചെയ്യേണ്ട ഓപ്ഷണൽ പാരാമീറ്റേഴ്സ്. പാരാമീറ്റർ എന്താണ്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, പാരാമീറ്റർ എന്താണ്, ഡേറ്റ ടൈപ്പ് എന്താണ്, ആ ഒരു സീക്വൻസിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ആസ് എന്ന് പറയുന്ന കീവേഡ്, ബിഗിൻ കീവേഡ്, അതിനകത്ത് നമ്മുടെ SQL സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ അതാണ് നമ്മൾ ബിഗിനും എൻഡിനും ഇടയിലായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SQL സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, സിസ്റ്റം സ്റ്റോർഡ് പ്രൊസീജിയർ, യൂസർ ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ്, എക്സ്റ്റെൻഡഡ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫൈനലി CLR സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്. സിസ്റ്റം സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ DBMS പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റം സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ആ പേര് തന്നെയുണ്ട്, സിസ്റ്റം സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഡേറ്റാബേസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിൽറ്റ് ഇൻ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, യൂസർ ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ്. ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. UDPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റഡ് ബൈ യൂസേഴ്സ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലോജിക് ആയിരിക്കും അതിനകത്ത്. യൂസറിന്റെ ആവശ്യത്തിനനുസരിച്ച് യൂസർ അങ്ങോട്ട് ലോജിക് എഴുതും അതിനകത്ത്. ഓക്കെ, ദെൻ എക്സ്റ്റെൻഡഡ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ SQL സെർവർ കാണുമല്ലോ. SQL സെർവറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ CPP ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡഡ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് അലോ എക്സ്റ്റേണൽ or CPP ഫങ്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ഫ്രം SQL സെർവർ. അത്രയേ ഉള്ളൂ. ഇനി ദെൻ ഫൈനൽ വൺ ഏതാണ് നമ്മൾ പറഞ്ഞത്, CLR സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ്. അതായത് .NET ലാംഗ്വേജസിലായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടായിരിക്കുക, ലൈക്ക് C#, അതുപോലെ VB. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് SQL സെർവർ CLRs ആയിരിക്കും. CLR എന്ന് പറഞ്ഞാൽ കോമൺ ലാംഗ്വേജ് റൺ ടൈം. ഇത്തരത്തിൽ വേറെ ലാംഗ്വേജസ് എംബഡ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ .NET കോഡ് നമുക്ക് വേണമെങ്കിൽ എംബഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സും മറ്റും റൺ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SQL സെർവർ CLRs ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയർ, CLR സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ. സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്.
നമ്മുടെ പക്കലൊരു ടേബിൾ ഉണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കസ്റ്റമർ നെയിം, കോണ്ടാക്ട് നെയിം, കൺട്രി ഇത്രയും കോളംസ് ആണ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാം. പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്രിയേറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് പ്രൊസീജിയർ നെയിം എന്താണെങ്കിൽ അത് പറയും. ഇൻ കേസ് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ പാരാമീറ്റർ നെയിം അതിന്റെ ടൈപ്പ് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യും. ഇതിനകത്തോട്ട് പാസ് ചെയ്യാനുള്ള പാരാമീറ്റർ ആണ് അത്. ദെൻ ആസ് എന്ന് പറയുന്ന കീവേഡ് ബിഗിൻ ആൻഡ് എൻഡ്, ഇതിന് രണ്ടിനും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ SQL സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. എന്താണ് നമ്മുടെ SQL സ്റ്റേറ്റ്മെന്റ്? സെലക്ട് കസ്റ്റമർ നെയിം, കോണ്ടാക്ട് നെയിം ഫ്രം കസ്റ്റമേഴ്സ് ടേബിളിൽ നിന്ന് ഈ രണ്ട് കോളംസ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. വേർ കൺട്രി ഈക്വൽ ടു എന്നിട്ട് ഒരു കൺട്രി നമ്മൾ പാസ് ചെയ്യാണ്. അത് നമ്മുടെ കോഡിനകത്ത് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ചിട്ടാണോ ഈ സ്റ്റോർഡ് പ്രൊസീജിയർ ഇൻവോക്ക് ചെയ്യുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും കൺട്രി ഏതാണ് എന്നുള്ളത്. ഓക്കെ, @ കൺട്രി ആ വേരിയബിൾ നെയിം പാരാമീറ്റർ നെയിം ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പാരാമീറ്റർ ഉണ്ടല്ലോ, പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ പാരാമീറ്റർ നെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊസീജിയർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. exec എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൊസീജിയർ നെയിം പറയുന്നു. ദെൻ നമ്മുടെ പാരാമീറ്റർ കണ്ടു, ഇവിടെ പാസ് ചെയ്തിരിക്കുന്ന ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് @country is equal to കൺട്രി നെയിം എന്താണെങ്കിൽ സിംഗിൾ കോട്ട്സിനകത്ത് അത് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിഗിനും എൻഡും അതിനിടയിലാണ് നമ്മൾ SQL സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. എൻഡിന് ശേഷം ഒരു സെമി കോളൻ പ്രസന്റ് ആണ് കേട്ടോ, അത് ഇഗ്നോർ ചെയ്യരുത്. ദെൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് ചെയ്തു, നമ്മുടെ exec നമ്മുടെ പ്രൊസീജിയർ നെയിം എന്താണെങ്കിൽ അത് പറയുന്നു, പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്യുന്നു, സെമി കോളൻ വെച്ചിട്ട് അത് എൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിന്റെ ഔട്ട്പുട്ട് കൺട്രി ശ്രീലങ്ക വരുന്ന കസ്റ്റമറിന്റെ നെയിമും കോണ്ടാക്ട് നെയിമും എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കസ്റ്റമർ നെയിം, കോണ്ടാക്ട് നെയിം, നവീൻ തുളസി കോണ്ടാക്ട് നെയിം എന്നും പറഞ്ഞിട്ട് ഒരു ടേബിളായിട്ട് എനിക്ക് കാണിച്ചു തരും. ഓക്കെ, this is how we create and execute a stored procedure. സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോയ്ക്കകത്ത് ബേസിക് ആയിട്ട് എന്താണ് സ്റ്റോർഡ് പ്രൊസീജിയർ, എങ്ങനെയാണ് സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുള്ള സിൻടാക്സ് എങ്ങനെയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.